നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ. തനിമ സ്പെഷ്യൽ ന്യൂസ്. കാട്ടാക്കടയിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മണ്ഡലത്തിൽ ഉദ്ഘാടന മഹാമഹം നടത്തുകയാണെന്ന് MLA ചെയ്യുന്നതെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ്. 10 വർഷം ലഭിച്ചിട്ടും മണ്ഡലത്തിൽ ഒന്നും ചെയ്യാതിരുന്നതിന് ശേഷമാണ് ഇപ്പോൾ ഉദ്ഘാടനം നടത്തി നാടമുറിച്ച് നടക്കുന്നതെന്ന് കൃഷ്ണദാസ് പറഞ്ഞു. മണ്ഡലത്തിലുണ്ടായിരുന്ന KSRTCയുടെ സ്റ്റേ ബസ്സുകൾ ഇപ്പോൾ സർവീസ് നടത്തുന്നില്ല. 2011 പ്രകടന പത്രികയിൽ പറഞ്ഞ നഗരവികസനം ഇപ്പോഴും ആവർത്തിക്കുന്നു. ഫ്ലൈ ഓവറും KTU സർവകലാശാലയും വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിലെ ഗ്രൗണ്ടും എവിടെയാണെന്ന് MLA പറയാൻ തയ്യാറാകണമെന്നും കൃഷ്ണദാസ് കൂട്ടിച്ചേർത്തു. ഉഡായിപ്പ് ഉദ്ഘാടനങ്ങൾ നടത്തി ജനങ്ങളെ കബളിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. വിഴിഞ്ഞം നാവായിക്കോണം റിംഗ് ടോൾ റോഡ് പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോവുകയാണെന്നും പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് അപ്രൈസ് കമ്മിറ്റി നടപടികൾ പൂർത്തീകരിച്ചതിനു ശേഷം കേന്ദ്ര ഗതാഗത വകുപ്പ് എല്ലാ നടപടിക്രമവും പൂർത്തിയാക്കിയതായും കൃഷ്ണദാസ് പറഞ്ഞു. 3800 കോടി രൂപ ചെലവിലാണ് പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത്. പദ്ധതി വൈകാനുള്ള കാരണം സംസ്ഥാന സർക്കാരിന്റെ വികസന വിരോധനവും സ്ഥലം MLAയുടെ താൽപര്യക്കുറവുമാണെന്ന് കൃഷ്ണദാസ് പറഞ്ഞു. കാട്ടാക്കടയിലെ ജനങ്ങൾ ഇക്കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഇത്തവണ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഒപ്പം നിൽക്കണമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ തിരുവനന്തപുരം സൗത്ത് ജില്ലാ പ്രസിഡന്റ് മുക്കംപാലം പൂടിപ്പിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം കാട്ടാക്കട സന്തോഷ്, മണ്ഡല പ്രസിഡന്റുമാരായ ദീപക് വിളപ്പിൽ, കുന്നുവിള സുദേശ് എന്നിവർ പങ്കെടുത്തു. ഔട്ടർ റിംഗ് റോഡ് യാഥാർത്ഥ്യമായിരിക്കുക. ഇതേവരെ സംസ്ഥാന സർക്കാരിന്റെയും ഈ മേഖലയിലുള്ള ലോകസഭാംഗത്വത്തിന്റെയും അതുപോലെ തന്നെ MLAയുടെയും കെടുകാര്യസ്ഥതയും അനാസ്ഥയും താല്പര്യക്കുറവും കൊണ്ട് യാഥാർത്ഥ്യമാകാതിരുന്ന ഔട്ടർ റിംഗ് റോഡ് ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കും. അതായത് നമ്മുടെ കാട്ടാക്കട ഉൾപ്പെടെ നമ്മുടെ തിരുവനന്തപുരത്തിന്റെയും സംസ്ഥാനത്തിന്റെയും സമഗ്ര വികസനത്തിന് ഒരു നാഴികക്കല്ലായി മാറുന്നതാണ് ഔട്ടർ റിംഗ് റോഡ്. വിഴിഞ്ഞത്ത് നിന്നും നവായിക്കുളം വരെ 62 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്നതാണ് ഔട്ടർ റിംഗ് റോഡ്. ഇത് 2022 സംസ്ഥാന സർക്കാർ LDF സർക്കാർ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. പൂർണ്ണമായും സംസ്ഥാന സർക്കാർ ചെലവഴിച്ചുകൊണ്ടാണ് ഈ റോഡ് പണിയും എന്ന് പ്രഖ്യാപിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ 2022 തന്നെ സംസ്ഥാന സർക്കാർ സ്ഥല ഉടമകളിൽ നിന്നും ബന്ധപ്പെട്ട രേഖകൾ കൈപ്പറ്റുകയുണ്ടായി. പക്ഷെ 2023 വരെ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തില്ല. 2024 ഇത് ദേശീയപാത അതോറിറ്റിയോട് പണിയാൻ സംസ്ഥാന സർക്കാർ അഭ്യർത്ഥിച്ചു. അത് കഴിഞ്ഞ് ദേശീയപാത അതോറിറ്റി പണിയാൻ സമ്മതിച്ചു. പക്ഷെ ദേശീയപാത അതോറിറ്റി ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയുണ്ടായി. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്ഥലത്തിന്റെ വിലയുടെ 50% സംസ്ഥാന സർക്കാർ നൽകണം. സ്ഥലത്തിന്റെ വിലയുടെ 50% നിർമ്മാണത്തിന് ആവശ്യമായ ചെലവ് പൂർണ്ണമായും കേന്ദ്ര സർക്കാർ വഹിക്കും. ഇതായിരുന്നു ദേശീയപാത അതോറിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം. സ്ഥലത്തിന്റെ വിലയുടെ 50% മാത്രം സർക്കാർ കൊടുക്കുക, ബാക്കി 50% നിർമ്മാണത്തിന് ആവശ്യമായ ചെലവും കേന്ദ്ര സർക്കാർ വഹിക്കും, ദേശീയപാത അതോറിറ്റി വഹിക്കും. പക്ഷേ ഈ ഒരു കരാറിൽ ഒപ്പുവെക്കാൻ സംസ്ഥാന സർക്കാർ 1 വർഷമാണ് ചെലവഴിച്ചത്. ദേശീയപാത അതോറിറ്റി സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ തന്നെ വികസനത്തിന് നാഴികക്കല്ലായി മാറുന്ന, തിരുവനന്തപുരത്ത് തന്നെ ഒരു ഗതാഗത മേഖലയിൽ വിപ്ലവകരമായ വിസ്മയം സൃഷ്ടിക്കാവുന്ന ഈ പദ്ധതി അതിന്റെ കരാറിൽ MOU ഒപ്പിടാൻ 1 വർഷം, ഏറ്റവും ഒടുവിൽ കരാറിൽ ഒപ്പുവെച്ചു. അപ്പോഴേക്കും 2025 അടുത്തു. പിന്നീട് ഇതിന്റെ പരിസ്ഥിതി അനുമതി അത് സംസ്ഥാന സർക്കാരാണ് നൽകേണ്ടതെന്ന് പറഞ്ഞ് പിന്നെ രേഖകളൊന്നും കേന്ദ്ര സർക്കാരിന് കൈമാറിയില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പൊ 2025 അവസാനമാണ്
ഇതിന്റെ ബന്ധപ്പെട്ട രേഖകൾ കേന്ദ്ര സർക്കാർ കൈമാറി. ഇതിനുശേഷമാണ് നമ്മുടെ സ്ഥല ഉടമകളും അവർക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള കോർഡിനേഷൻ കമ്മിറ്റികൾ BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ സമീപിച്ചു, BJP നേതൃത്വത്തെ സമീപിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷൻ ഞാനും ഡൽഹിയിൽ പോയി വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കണ്ടു, ചർച്ച നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇൻ പ്രിൻസിപ്പിൾ തത്വത്തിൽ ഇതിന്റെ സ്ഥല ഉടമകൾക്ക് പെട്ടെന്ന് തന്നെ അത് ഭൂമിയുടെ വില കൊടുക്കാൻ തീരുമാനിക്കുകയുണ്ടായി. റിംഗ് റോഡിനോട് നമ്മുടെ MLAയും MPയും സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു എന്നുള്ളത് ജനവിരുദ്ധ നിലപാടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി ഉഡായിപ്പ് ഉദ്ഘാടനം എന്ന് പറയുന്നത് ഒരു ഉദ്ഘാടനം നിങ്ങൾ എല്ലാവരും പോയിട്ടുണ്ടാവും. കാട്ടാക്കട നഗര വികസനത്തിന്റെ ഉദ്ഘാടനം 2011 LDFന്റെ പ്രകടന പത്രികയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു വാഗ്ദാനമാണ് കാട്ടാക്കട നഗര വികസനം. 2016 2021 2016 നമ്മുടെ ഇപ്പോഴത്തെ LDF MLA തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത്. 2016 2021 LDFന്റെ വാഗ്ദാനത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു കാട്ടാക്കട നഗര വികസനം. അതിന് 100 കോടി രൂപ മാറ്റിവെച്ചു, നീക്കിവെച്ചു എന്ന് പലതവണ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ കണ്ടത് 2016 തെരഞ്ഞെടുപ്പിന്റെ 2016 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 21 തെരഞ്ഞെടുപ്പിന്റെ ഒരു 1.5 മാസം മുമ്പ് BJPയുടെ അന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ കണ്ടിരുന്നു. അതിന് ഇപ്പുറത്ത് ഒരു വാഹനം വന്നു. ചോദിച്ചപ്പോഴാണ് പറഞ്ഞു മണ്ണ് പരിശോധന യന്ത്രമാണ്. 2021 കഴിഞ്ഞ ദിവസം ഞങ്ങൾ കണ്ടു അതേ വാഹനം വീണ്ടും വന്നിരിക്കുന്നു. മണ്ണ് പരിശോധന 5 കൊല്ലത്തിന് ശേഷം. ഈ 10 വർഷക്കാലത്തിനിടയിൽ കാട്ടാക്കട വികസനത്തിന് വേണ്ടി 5 നയാ പൈസ നീക്കി വെച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. സ്വാമികളുടെ നമ്മുടെ മച്ചയിലുള്ള ചട്ടമ്പിസ്വാമികളുടെ ജന്മസ്ഥലത്ത് വലിയൊരു സ്മാരകം, കേരളത്തിലെ മുഴുവൻ തീർത്ഥാടകർക്ക് വരാവുന്ന സ്മാരകം 1.5 കോടി 1.5 കോടി. അതിന്റെ അപ്പുറത്ത് ലെനിൻ രാജേന്ദ്രന്റെ ജന്മസ്ഥലം അവിടെ 1.5 കോടി. ചട്ടമ്പിസ്വാമികളുടെ ജന്മസ്ഥലം കണ്ടിരുന്നില്ലേ? ഞങ്ങളുടെ കഴിഞ്ഞ ദിവസം പോയി കാട് കെടുത്തില്ല 3.5 കോടി പ്രഖ്യാപിച്ചു. 2016 2021 എല്ലാം വാഗ്ദാനങ്ങളുടെ പരിപാടിയാണ്, നടപ്പായിട്ടില്ല. ഭരണത്തിലെത്താൻ അവസരം ലഭിച്ചാൽ ഞങ്ങൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രത്യേകത. അവിടെ 11 വർഷക്കാലം രാജ്യം ഭരിച്ചിട്ടുള്ള നരേന്ദ്രമോദി സർക്കാർ ജനങ്ങൾക്ക് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും പാലിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിൽ ഓരോ പഞ്ചായത്തിലും കേന്ദ്ര സർക്കാരിന്റെ ഗുണഭോക്താക്കൾ, അത് സൗജന്യമായി അരി നൽകുന്ന പ്രധാനമന്ത്രി അന്ന കല്യാൺ യോജന ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ എത്ര പേര്, അതേപോലെ തന്നെ പ്രതിവർഷം 6000 രൂപ ലഭിക്കുന്ന കിസാൻ സമ്മാന യോജന, സൗജന്യമായിട്ട് വീട് ലഭിച്ചിട്ടുള്ള പ്രധാനമന്ത്രി ആവാസ് യോജന, അതേപോലെ സൗജന്യമായി ജലം ലഭിച്ചിട്ട്, ശുദ്ധജലം ലഭിച്ചിട്ട്, കുടിവെള്ളം ലഭിച്ചിട്ടുള്ള ജൽജീവൻ മിഷൻ. ഇതിന്റെ ഗുണഭോക്താക്കളുടെ മുഴുവൻ കണക്കുകൾ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു. 10 വർഷം ഈ സംസ്ഥാനം ഭരിച്ച ഈ പിണറായി സർക്കാരിനെ കൊണ്ട് എന്ത് കിട്ടി? 11 വർഷം രാജ്യം ഭരിച്ച നരേന്ദ്രമോദി സർക്കാരിനെ കൊണ്ട് നമ്മുടെ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും കാട്ടാക്കട ജനങ്ങൾക്ക് കിട്ടി എന്ന് ഞങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പഠിച്ചു. അത്രയും ഗുണഭോക്താക്കളാണ് ഈ സംസ്ഥാനത്ത് ഈ മണ്ഡലത്തിലുള്ളത്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. ഞങ്ങൾ ഔട്ടർ റിംഗ് റോഡിനെ കുറിച്ച് സൂചിപ്പിച്ചു. ഞങ്ങളത് അതിന്റെ സ്ഥല ഉടമകൾക്ക് അതിന് പൈസ കൊടുക്കും. അതിലെല്ലാ കാര്യവും തയ്യാറ്. ബാക്കി സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് ഇനി എല്ലാ സ്ഥല ഉടമകൾക്കും വിശ്വസിക്കാം, കൃത്യമായ പണം കിട്ടും. ഇത് പിണറായി വിജയന്റെ ഗ്യാരണ്ടി അല്ല, നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി. ഞാൻ വിളിച്ച ആ പാറയുടെ കൂടെ എന്തോ നടന്നിട്ടുണ്ട്. ഇനി ഒരുപക്ഷെ ചരിത്രത്തിന് മാറ്റിമറിച്ചുകൊണ്ട് ഈ എന്നോ കിടന്നിരുന്നൊരു പാറയെ തൂങ്ങാം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ച് അതിൽ തൂങ്ങാമ്പാറയാക്കി മാറ്റിയത് ഞങ്ങളാണ് എന്ന് പക്ഷേ സ്ഥലം MLAയും അവരുടെ PR വർക്കും കൊണ്ട് പക്ഷേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചേക്കാം. അവിടെ ആകെ നടന്നത് നിങ്ങളത് പോയി നോക്കണം. 1,30,00,000 ചിലവാക്കി
2016 വാഗ്ദാനത്തില് 2021 വാഗ്ദാനത്തില് നമ്മുടെ ശാസ്താംപാറയും അതുപോലെ തന്നെ നമ്മുടെ ഈ തൂങ്ങാംപാറയും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുന്നതാണ്. അപ്പൊ ശാസ്താംപാറയിൽ എത്ര ടൂറിസ്റ്റുകളാണ് വരുന്നത് ഒന്ന് MLA വ്യക്തമാക്കും. അവിടെ ഇപ്പൊ എന്താ സ്ഥിതി? തൂങ്ങാംപാറയില് ഒരു വികസനം ഉണ്ടായില്ല. അത് മാത്രമല്ല, ശുദ്ധജലത്തിന് വലിയ രൂക്ഷമായ ക്ഷാമമാണ് ശുദ്ധജലത്തിന്. കുടിവെള്ളമില്ല. നിങ്ങളത് പോയി അന്വേഷിക്കണം. തൂങ്ങാംപാറയില്ല കുടിവെള്ളമില്ല. ജലസമൃദ്ധിയാണ് പറയുന്നത്. പക്ഷെ അവർക്ക് സമൃദ്ധി കാണുന്നില്ല. അവർക്കാർക്കും ഒരു KSRTC ബസ് ആകെ ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് പോകാൻ ഒരു ടൂറിസ്റ്റ് ബസ്സിന് അതുമില്ല. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, വിശ്വസിക്കുന്നു, കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-നെയും UDF-നെയും 2-3 സ്ഥാനത്തേക്ക് തള്ളിവിട്ട ഈ കാട്ടാക്കടയിൽ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച അതേ മാതൃക അവർ സ്വീകരിക്കും. BJP നേതൃത്വം നൽകുന്ന NDA 1-ാം സ്ഥാനത്തെത്തിക്കും. LDF-നെയും UDF-നെയും 2-3 സ്ഥാനത്തേക്ക് തള്ളി മാറ്റും എന്നുള്ളതാണ് ഞങ്ങൾ ശുഭപ്രതീക്ഷ.